അതെ, ഞാനിത് കയറി വേറെ കൊണ്ടല്ല, ആതിര മിസ്സിന് വയ്യ, തീരെ വയ്യ. അതുകൊണ്ടാണ് കേട്ടോ. ഞാനൊരു 3 മണി വരെ ക്ലാസ് എടുക്കും കേട്ടോ. 3 o'clock വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. 3:30 വരെ ഉണ്ടായിരിക്കില്ല, 3 മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കാരണങ്ങൾ കൂടെ പറയാം. മിസ്സിന് ഭയങ്കര വയ്യ, അപ്പൊ ജസ്റ്റ് ഡോക്ടർ പോയി കണ്ടിട്ട് വന്നോളൂ, തീരെ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമുക്കൊരു 3 മണി വരെ എടുക്കാം കേട്ടോ. ശരി. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ ആരും പറഞ്ഞില്ല. നിങ്ങളുടെ അടുത്ത ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. ഞാൻ അൺമ്യൂട്ട് ചെയ്താണ് ഇട്ടേക്കണേ. നിങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞ ടേംസിനകത്ത്, അതുപോലെ തന്നെ എന്താ പറയാ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ? ശരി. അടുത്ത കുറച്ച് ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് 3 മണിക്ക് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കാം, നമ്മള് IRDAയുടെ ലിസ്റ്റ് കണ്ടു കേട്ടോ. അപ്പൊ അതൊന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൽ ഉൾപ്പെടുത്തത് ഏതാണ്? ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത മേഖലകള്, അവസ്ഥകള് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം കേട്ടോ. ഇനി നോക്കാം കേട്ടോ. ദിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ വെയിറ്റിംഗ് പീരീഡ്. അതാണ് ദിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്താണ് ഈ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഒരു എന്താ പറയുക, ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, ഒരു നിശ്ചിത സമയമാണ് അല്ലെ? ആ സമയത്ത് നമുക്ക് പ്രത്യേക എന്താ പറയാ, മെഡിക്കൽ അവസ്ഥകളോ ചികിത്സകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കവറേജുകളോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. അതാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തു, ഒരു പോളിസി എടുത്തിട്ട് നമുക്ക് അപ്പൊ തന്നെ ഒരു ഉടനടി എന്ത് ലഭിക്കില്ല, അതിന്റെ ഒരു പരിരക്ഷ നമുക്ക് ലഭിക്കില്ല. അപ്പൊ നമുക്ക് കുറച്ച് കാലയളവ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള എന്ത് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കവറേജ് നമുക്ക് ലഭിക്കുള്ളൂ. ആ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ അയാള് ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ ഒരു പ്ലാനിന് 30 ദിവസമാണ് കാലാവധി. ആ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് 30 ദിവസമാണ് കാലാവധി. ആ 30 ദിവസമാണ് അവിടുത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് കിട്ടില്ല, പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവറേജുകളോ ഒന്നും തന്നെ നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ കിട്ടില്ല. അതാണ് വെയിറ്റിംഗ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഷംസിയ, 3 മാസം കഴിഞ്ഞപ്പോ. അപ്പൊ ഷംസിക്ക് അറിയാലോ, അതാണ് 3 മാസം കഴിഞ്ഞിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞേ, ഒരു ആക്സിഡന്റ് ക്ലെയിം എടുത്തിട്ട് 30 ദിവസമാണ് അതിന്റെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷെ ഈ 30 ദിവസത്തിനുള്ളില് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവർ ആ ക്ലെയിം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറർ എന്ത് ചെയ്യും, അത് റിജക്ട് ചെയ്യും. ഓക്കെ, കാര്യം 30 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്കത് പ്ലാന് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കാര്യം. അതാണ് വെയിറ്റിംഗ് പീരീഡ് കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഇനി ഇവിടെ പറയുന്നത് അത്തരം വെയിറ്റിംഗ് പീരീഡില്, ഓക്കെ, ദിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. അപ്പൊ അതിന് വരുന്ന ചില അസുഖങ്ങൾ, ആ ഒരു വെയിറ്റിംഗ് പീരീഡില് എന്താണ് കവർ ചെയ്യാത്ത ചില അസുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ. ഈവൻ ദോ മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കവർ എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഡിസീസസ് അല്ലെ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരുപാട് അല്ലെ, മെജോറിറ്റി ഓഫ് ഡിസീസ്, മിക്കവാറും എല്ലാ അസുഖങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ there are some kinds of illness which are not covered for the first few years. പക്ഷെ അതിന് ചില അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങളോളം എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസ് കവർ ലഭിക്കാത്ത ചില അസുഖങ്ങളുണ്ട്. ഓക്കെ, അതാണ് ഇനി ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതാണ് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് സർട്ടൻ കൈൻഡ്സ് ഓഫ് ഇൽനെസ് വിച്ച് ആർ നോട്ട് കവേർഡ് ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആദ്യത്തെ കുറച്ച് വർഷങ്ങളോളം നമുക്ക് കവർ ചെയ്യാത്ത ചില പ്രത്യേക ടൈപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. ഓക്കെ, ഗിവൻ ബിലോ ഇസ് ദ ലിസ്റ്റ് ഓഫ് ഡിസീസസ് നോട്ട് which are covered under the health insurance but come with the waiting period. പക്ഷെ എന്താണത്, വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന ഡിസീസസ് ആണ്. എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ അതുവരെ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് എന്താണ്, ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത ചില അസുഖങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത് പറയുന്നത്? ഒന്നാമത്തത് പഠിച്ചു വെക്കുന്നു കേട്ടോ, ഏതൊക്കെ അസുഖങ്ങളാണെന്ന് കേട്ടോ. ഡിസീസസ് which are not covered under health insurance കേട്ടോ. അപ്പൊ അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത്
ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ് കേട്ടോ. എന്താണ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ്, അതായത് ദഹനനാളത്തിലുണ്ടാകുന്ന അൾസറുകൾ. അപ്പൊ അതിനെന്ത് ആ ഒരു കാലയളവില് എന്ത് കിട്ടില്ല, നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. കിട്ടും കുറച്ച് കഴിഞ്ഞ്, വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതാണ്. ഒരു കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, പക്ഷെ നമുക്ക് ഉടനടി പരിരക്ഷ ലഭിക്കാത്ത ചില അസുഖങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ്, പിന്നെന്താണ് എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഓക്കെ, ഫിസ്റ്റുല നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഫിസ്റ്റുല ഉണ്ട്, പൈൽസ് ഉണ്ട്, രണ്ടാണ് കേട്ടോ, രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഓക്കെ, പിന്നെന്താണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. എന്താണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, അഥവാ നമ്മളതിനെ BPH എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ അത്? ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് സാധാരണ പുരുഷന്മാരിൽ കണ്ടുവരുന്ന അസുഖമാണ് കേട്ടോ. അതായത് അവരുടെ എന്താ പറയുക, മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണ് ഇത്, പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രന്ഥി ഇങ്ങനെ വലിപ്പം വെക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അകാരണമായിട്ടൊക്കെ വലിപ്പം വെച്ച് വരുന്ന ആ ഒരു അവസ്ഥേനെയാണ്, അതിൽ ആ ഒരു വീക്കം വരികയാണ്, ഇൻഫ്ലമേഷൻ വരികയാണ്. അപ്പൊ അതിന് അധികം എന്താണ്, ഒരു 90% അത്തരം വീക്കം ക്യാൻസറസ് അല്ല. ക്യാൻസറസ് അല്ലാത്ത വീക്കങ്ങളാണ് 90%. പക്ഷെ ഒരു 10% എന്തുണ്ടായിരിക്കും, ക്യാൻസർ മൂലം ഉണ്ടാകുന്ന വീക്കം ഉണ്ടാവും. പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്നൊക്കെ കേട്ടിട്ടില്ല ആ സംഭവം. അപ്പൊ അതിനകത്ത് ക്യാൻസർ അല്ലാത്തത് കേട്ടോ, ക്യാൻസർ അല്ലാത്ത പ്രോസ്ട്രേറ്റ് വീക്കത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH എന്ന് പറയുന്നത്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കരുത്. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കണ്ടുവരുന്നതാണ്. അവരുടെ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് കേട്ടോ, ഇൻഫ്ലമേഷൻ ആണ്. ആ വീക്കം എന്ന് പറയുന്നത് ഒരു 90% ക്യാൻസറസ് അല്ലാത്ത വീക്കങ്ങളാണ്. പക്ഷെ 10% എങ്കിലും എന്തുണ്ടായിരിക്കാം, ക്യാൻസർ മൂലം ഉണ്ടാകുന്ന വീക്കങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ഈ BPH എന്ന് പറയുന്നത് ക്യാൻസർ അല്ലാതെ വരുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു വീക്കം, ഓക്കെ, ആ ഒരു ഇൻഫ്ലമേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതാണ് എന്ത്, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ് കേട്ടോ. പൈൽസ് അതുപോലെ തന്നെ ഹെമറോയിഡ്സ് അങ്ങനെയുള്ളതിന് അത്തരം അസുഖങ്ങള്. പിന്നെ എന്താണ് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്. എന്താണ് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്? എന്താണ് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്? അതായത് ഇറഗുലർ ആയിട്ടുള്ള അബ്നോർമൽ ബ്ലീഡിംഗ് ആണ് കേട്ടോ. അത് ദാറ്റ് ഇസ് നോട്ട് കോസ്ഡ് ബൈ പ്രഗ്നൻസി, ട്യൂമറോ ഇൻഫെക്ഷൻ. അതായത് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ട്യൂമറോ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് അല്ല കേട്ടോ, അല്ലാത്ത ബ്ലീഡിംഗ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് അല്ല, അല്ലാതെ വരുന്ന ബ്ലീഡിംഗ് ആണ്, യൂട്രസിന് വരുന്ന ബ്ലീഡിംഗ് ആണ്. അത്തരം അസുഖങ്ങള് കാറ്ററാക്ട്. കാറ്ററാക്ട് എന്താണ്? കാറ്ററാക്ട് എന്താണ്? തിമിരമാണ് കേട്ടോ, തിമിരമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹെർണിയ. ഹെർണിയ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും, ഡയാലിസിസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അല്ലെ? ഹെർണിയ എന്ന് പറയുന്നത് എന്താണ്? കുടലിറക്കം എന്നൊക്കെ പറയും. അബ്ഡോമിനൽ മസിൽസ് ഒക്കെ വളരെയധികം വീക്ക് ആയി പോകുമ്പോൾ അവിടെ എന്താണ്, ഒരു ലംബ് പോലെ, ഒരു മുഴ പോലെ, ഒരു സ്വാളൻ അല്ലെ, ഇതങ്ങനെ വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ്, താഴേക്ക് കുടൽ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സുകൾ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഇപ്പൊ നമ്മള് എന്താണ്, ഇപ്പൊ പുകവലി അല്ലെങ്കിൽ അങ്ങനെ മദ്യപാനം അങ്ങനെയുള്ളതൊക്കെ നിർത്താനായിട്ട്, അത്തരം അഡിക്ഷൻ അല്ല, അങ്ങനെയുള്ള അഡിക്ഷൻസിന് ഇതാക്കാനായിട്ട് നമ്മൾ പല ട്രീറ്റ്മെന്റുകളും കൊടുക്കും അത്തരം കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ എന്താണ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്, unless the dental injury results from an accident. Unless the dental injury results from an accident. അതായത് ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറി എന്നാണ് അത് പ്രത്യേകം അവരെടുത്ത് പറയുന്നുണ്ട്. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന പരിക്കുകളല്ല, അല്ലാതെ വരുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. അപ്പൊ നമുക്കിപ്പോ ഒരു ആക്സിഡന്റ് പറ്റിയാലും പല്ല് പൊട്ടി പോവുക അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനല്ല, അങ്ങനെ അല്ലാത്ത കേസുകൾ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളതാണ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. പിന്നെ ജനറ്റിക് ഡിസീസ് ഓർ കൺജെനിറ്റൽ കണ്ടീഷൻസ്, അതായത് ബൈ ബർത്തിലൂടെ ഉണ്ടാവുന്നത്, ജനിതകമായിട്ടുണ്ടാകുന്ന ഡിസീസ്. ഇതെന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് ബട്ട് കം വിത്ത് എ വെയിറ്റിംഗ് പീരീഡ്. അതായത് ഉടനടി ഇത്തരം രോഗങ്ങൾക്ക് നമുക്ക് എന്ത് കിട്ടില്ല, ഉടനടി പരിരക്ഷ ലഭിക്കില്ല, പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
അതിനുള്ള ആ ഒരു കവറേജ് നമുക്ക് ലഭിക്കും. ഇപ്പൊ നേരത്തെ ഷംസിയ പറഞ്ഞില്ലേ 3 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ. എന്നതുപോലെ ആ ഒരു 3 മാസമായിരുന്നു അപ്പൊ അവിടുത്തെ വെയിറ്റിംഗ് പീരീഡ്. പലതിനും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ വെയിറ്റിംഗ് പീരീഡ്, അത് ഇൻഷുററേയും അതുപോലെ തന്നെ ചില കേസിലും 12 to 48 months ഒക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 വർഷം തൊട്ട് 1 വർഷം തൊട്ട് 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡിലുള്ള അങ്ങനെയുള്ള ചില പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ വരുന്ന ഡിസീസസുകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ അൾസർ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഡിലേഡ് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, പിന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, ജനറ്റിക് ഡിസീസ് ഓർ കൺജനിറ്റൽ കണ്ടീഷൻസ്. എന്താണ് മിസ് എന്താ പോയെന്നാ? അല്ല ആതിര മിസ് പോയതാണോ ചോദിച്ചത്? ആതിര മിസ് പോയതാണോ? ആതിര മിസ്സിനെ വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. ആതിര മിസ്സിനെ ഭയങ്കരമായിട്ട് ചെവി വേദന എടുക്കുന്നുണ്ട്.